Hi, welcome to EduWorld. So, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാലൻസ് ടോപ്പിക്കിൻ്റെ MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡാഷ് സെർവ് ആസ് എ സെൻട്രൽ ഗൈഡ് ഫോർ എ ഡേ ടു ഡേ പ്രൊഫഷണൽ പ്രാക്ടീസ് ആൻഡ് ദ ഡിസിഷൻ മേക്കിംഗ് അറ്റ് വർക്ക്. സോ ഒരു പ്രൊഫഷണൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഗൈഡായിട്ട് സെർവ് ചെയ്യുന്ന എന്താണെന്നാണ് ചോദിക്കുക. ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ, ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഡിസിഷൻ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, അസോസിയേഷൻ അല്ല, കോഡ് ഓഫ് എത്തിക്സ് എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ സി. സെക്കൻഡ് വൺ, സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് വാസ് പാസ്ഡ്. സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് പാസ് ചെയ്തത് 1935 ആണ്. ഇനി ഡാഷ് സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് ഡയറക്റ്റ് സോഷ്യൽ വർക്ക് ഇൻ്റർവെൻഷൻ വിത്ത് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ആൻഡ് ഫാമിലീസ് വിച്ച് മോസ്റ്റ്ലി ടേക്ക് പ്ലേസ് ഇൻ ദ വർക്കേഴ്സ് ഓഫീസ്. സോ സ്പെഷ്യലൈസ്ഡ് ഫോം ഓഫ് സോഷ്യൽ വർക്ക് ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ക്ലിനിക്കൽ സോഷ്യൽ വർക്ക് അപ്രോച്ചിനെയാണ് നമ്മൾ ഐഡിയോളജിയിൽ പറഞ്ഞത്. സോ ക്ലിനിക്കൽ ഒരു വർക്കറിൻ്റെ ഓഫീസിൽ പോയി അവർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ആവശ്യമായിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്ത് ആ ഗ്രൂപ്പിന് എന്താണോ ആവശ്യം അതിൻ്റെ സോഷ്യൽ വർക്ക് ഇൻ്റർവെൻഷൻസ് കണ്ടുപിടിച്ച് കൊടുക്കുന്നു, ആ പ്രോബ്ലത്തിന് വേണ്ടിയുള്ള സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്നു. സോ അതിന് നമ്മൾ ക്ലിനിക്കൽ സോഷ്യൽ വർക്ക് അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഇൻ ഐഡിയോളജി ഓഫ് സോഷ്യൽ വർക്ക് അപ്രോച്ച് ഡാഷ് അപ്രോച്ച് പ്രോബ്ലംസ് ആർ സീൻ ആസ് ഡെഫിസിറ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ് ആൻഡ് നോട്ട് ആസ് പേഴ്സണൽ ഡെഫിസിറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. സോ ഈ ഒരു അപ്രോച്ച്, ഈ സോഷ്യൽ വർക്കിൻ്റെ ഐഡിയോളജി പ്രകാരം ഇത് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഡെഫിസിറ്റ്, എന്തെങ്കിലും കുറവ് മൂലമാണ്, അതല്ലാതെ ഒരു പേഴ്സണൽ ഡെഫിസിറ്റ് അല്ല എന്ന് പറയുന്നത് എക്കോളജിക്കൽ സോഷ്യൽ വർക്ക് അപ്രോച്ചിലാണ്. സോ ഓപ്ഷൻ ബി. ഫിഫ്ത്ത് വൺ, ഐഡൻറ്റിഫൈ ദ ഐഡിയോളജി ഓഫ് സോഷ്യൽ വർക്ക്. സോ ഇതിലേതാണ് social work aim in changing the system by bringing basic changes in the social institution and relationship. So social work ഇവിടെ എയിം ചെയ്യുന്ന എന്താണ്, ചേഞ്ചസ് കൊണ്ടുവരണം, അത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും റിലേഷൻഷിപ്പിലും കൊണ്ടുവരണം. അതല്ലാതെ ഡീലിംഗ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ആൻഡ് സീയിങ് ഇൻഡിവിജ്വൽ ആസ് വിക്ടിം ഓഫ് ആൻ അൺജസ്റ്റ് സോഷ്യൽ ഓർഡർ. സോ അതല്ലാതെ എന്ത് ചെയ്യുക, ആ പ്രോബ്ലം അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ സോഷ്യൽ ഓർഡറിൻ്റെ ഒരു വിക്ടിം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇര എന്ന രീതിയിൽ കാണാതെ അതിനെതിരായിട്ട് ആ ഒരു ബേസിക് പ്രോബ്ലത്തിൻ്റെ ചേഞ്ച് കൊണ്ടുവരണമെന്ന് പറയുന്നതിന് എന്താണ് പറയുന്നത്, റാഡിക്കൽ സോഷ്യൽ വർക്ക് അപ്രോച്ച് എന്നാണ് പറയുന്നത്. ഇനി എമംഗ് ദ ഫോളോയിങ് വിച്ച് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ. സോ ഇത് എല്ലാം എന്താണ്, സോഷ്യൽ വർക്ക് പ്രൊഫഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ഓൾ ആണ് ആൻസർ. സെവൻത്ത് വൺ, ചൂസ് ദ കോർ കോമ്പീറ്റൻസീസ് നീഡഡ് ഫോർ സോഷ്യൽ വർക്കർ. സോ കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ട്, ഒബ്സർവേഷൻ ആവശ്യമുണ്ട്, എംപതി ഉണ്ട്. സോ ഓൾ ആണ് ആൻസർ. Among the following which is not an objective of code of ethics for social work. So to provide guidance to social workers to effectively practice the profession. So അത് കറക്റ്റാണ്. To safeguard the social workers from exploitation, അതും കറക്റ്റാണ്. സി, ടു ഡീപ്രൊമോട്ട് ദ പ്രാക്ടീസ് ഓഫ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ. സോ ഡീപ്രൊമോട്ട് അല്ലല്ലേ, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് സോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്, കോഡ് ഓഫ് എത്തിക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഒബ്ജക്റ്റീവ് അല്ലാത്തത്. നയൻത്ത് വൺ, ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ലെജിറ്റിമേറ്റ് പ്രൊഫഷൻ ഈസ്. സോ ഒരു നിയമാനുസൃതമായിട്ടുള്ളൊരു പ്രൊഫഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്, കോഡ് ഓഫ് എത്തിക്സ് ആണ്. ഓപ്ഷൻ ഡി. ഇനി NASW സ്റ്റാൻഡ് ഫോർ, NASW എന്ന് പറയുന്നത് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ആണ്. സോ ഓപ്ഷൻ ബി. 11th വൺ, ചൂസ് ദ പർപ്പസസ് ഓഫ് NASW. സോ ഇത് രണ്ടും എന്താണ്, NASWൻ്റെ പർപ്പസ് ആണ്. IFSW പ്രൊമോട്ട് ചെയ്യുന്ന എന്തൊക്കെയാണ്, സോഷ്യൽ വർക്ക്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻ റൈറ്റ്സ്, ഓൾ. സോ ഇത് മൂന്നും IFSW പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇനി വിച്ച് അസോസിയേഷൻ എൻഹാൻസസ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഗ്ലോബലി. സോ ഗ്ലോബലി ആണ് ചോദിച്ചിരിക്കുന്നത്. KAPS ഒക്കെ കേരളത്തിലുള്ളതാണ്, ASSKയും കേരളത്തിലെയാണ്. സോ അപ്പോൾ SGSY മറ്റൊരു പ്രോഗ്രാമിനാണ്, റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. സോ IASSW ആണ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഗ്ലോബലി എൻഹാൻസ് ചെയ്യാൻ വന്ന അസോസിയേഷൻ. ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ സോഷ്യൽ വർക്ക് ഹെൽഡ് ഇൻ. സോ ആദ്യത്തെ സോഷ്യൽ വർക്കിന് വേണ്ടിയുള്ള ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടന്നത് പാരീസിൽ 1928 ഹു ഇസ് ദ കറണ്ട് സെക്രട്ടറി ജനറൽ ഓഫ് IFSW. സോ അത് ഡോക്ടർ റോറി ട്രുവൽ ആണ്. ഇനി IFSW വാസ് ഫോംഡ് ഇൻ, സോ ഫ്രാൻസിലെ മ്യൂണിച്ചിൽ വെച്ച് 1956 ആദ്യത്തെ IFSW ഫോം ചെയ്തത്. ഇനി വേർസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് IFSW. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് IFSW എന്ന് പറയുന്നത് റെയിൻഫീൽഡ്, സ്വിറ്റ്സർലാൻഡിലെ റെയിൻഫീൽഡിലാണ് IFSWൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്.
ഹു സ്റ്റാർട്ടഡ് വേൾഡ് സോഷ്യൽ വർക്ക് ഡേ? സോഷ്യൽ വർക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്ത IFSW ആണ്. സോ വേൾഡ് സോഷ്യൽ വർക്ക് ഡേ എന്ന് പറയുന്നത് March 17 ആണ്. IASSW വാസ് ഫൗണ്ടഡ് ഇൻ 1928 IASSW ഫൗണ്ട് ചെയ്തത്. ഡാഷ് ഇസ് ദ വേൾഡ് വൈഡ് അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്ക്, അതർ ടെറിഷറി സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് സോഷ്യൽ വർക്ക് എഡ്യൂക്കേറ്റേഴ്സ്. സോ അത് IASSW ആണ്. ഇനി കറൻറ്റ് പ്രസിഡൻറ്റ് ഓഫ് IASSW അന്ന മറിയ കമ്പാനിനിയാണ്. ചൂസ് ദ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ. സോ ഇതെല്ലാം എത്തിക്കൽ പ്രിൻസിപ്പിൾസിൽ വരുന്ന സോഷ്യൽ വർക്ക് പ്രൊഫഷൻ്റെ എത്തിക്കൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ്. ഓൾ ആണ് ആൻസർ. വിച്ച് ഓർഗനൈസേഷൻ റിസീവ് ലീഗൽ സ്റ്റാറ്റസ് എസ് എ സൊസൈറ്റി അണ്ടർ ദ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 21 of 1816 on 9th September 2005. സോ ഇത് NAPSWI ആണ്. 25 KAPS was formed in 2012 ആണ്. So okay, thank you for watching this.